ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബോൺ വോയേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം വീരാജ്പേട്ട നേരെ മടിക്കേരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പുതിയൊരു ഒരു കുഞ്ഞു യാത്ര സീരീസ് ആയിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. വളരെ ചെറിയ കുറച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ നേരെ എന്താ പറയുക, ഹിച്ച് ഹൈക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹംപിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയുള്ള യാത്രകളും കാഴ്ചകളും ഓരോ സ്ഥലങ്ങളും പുതിയ ആളുകളും ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കും. മുഴുവനായിട്ടൊന്നും ഞാൻ വ്ളോഗ് പോലെ അങ്ങനെ ഗംഭീരമായിട്ടൊന്നും കാണിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. എനിക്കറിയില്ല, ഞാൻ പറ്റുന്നത്ര കാണിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ബോൺ വോയേജിൻ്റെ ഈ ഒരു എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു കർണാടക യാത്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വീരാജ്പേട്ട കഴിഞ്ഞ് ഒരു 9 കിലോമീറ്റർ മാറി മടിക്കേരിയിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. അപ്പം പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പം കാക്കോട്ട് പറമ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. എന്നെ ഇവിടെ വരെ എത്തിച്ചെന്ന ഒരു കാറിലുള്ള ഒരു ചേട്ടൻ, അവരൊരു സ്കൂൾ മാഷാണ്, റിട്ടയർഡായ സ്കൂൾ മാഷ്. അവരിങ്ങനെ ഈ വഴിക്ക് നേരെ അങ്ങോട്ട് അവരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വണ്ടി പിടിക്കണം. കാക്കോട്ട് പറമ്പിൽ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലും വെള്ളമെല്ലാം കുടിച്ചിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കാം. നല്ല വൈബുള്ള സ്ഥലം കണ്ടോ, ഭയങ്കര പീസ്ഫുൾനെസ്, ഫീലിംഗ് സോ ഹാപ്പി, സോ ഗുഡ്, ഭയങ്കര കാംനെസ്, നല്ല രസമുണ്ട്. ആ ഒരു നമ്മുടെ ക്ലൈമറ്റ് എല്ലാം നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്നുള്ള ആ ഒരു ചൂടെല്ലാം മാറി ഇളം തണുപ്പ് കാറ്റെല്ലാം ഇങ്ങനെ വീശുമ്പോൾ എന്ത് രസമാണെന്നറിയാം. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ വളരെ മൂഡ് പോയിട്ടുള്ളത്. അതുകൊണ്ട് കുറേ കാലമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല. എടുത്ത വീഡിയോസ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര തിരക്കുമായിപ്പോയി. പിന്നെ തിരക്കെല്ലാം കഴിയുമ്പോഴേക്ക് മൂഡും ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പം ഞാനങ്ങനെ അടുത്ത വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതുവരെ എത്തിയതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് അടുത്ത വണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കാണിച്ച് നോക്കാം. ഈ റൂട്ടിൽ ട്രാഫിക് വളരെ കുറവാണ്. പിന്നെ ഞാനിങ്ങോട്ട് വന്ന് വീരാജ്പേട്ട എത്തി. അവിടെ നിന്ന് ടൗൺ കൂടെ നടന്നിറങ്ങുമ്പോഴേക്കും തന്നെ കോഫീൻ്റെ അതിതീവ്രമായിട്ടുള്ള മണം, നല്ല രസമുള്ള ഒരു കോഫീൻ്റെ സ്മെല്ല് അടിച്ച് കയറുന്നു. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു ഫ്രാഗ്രൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഭയങ്കര രസം കേട്ടോ. എന്തായാലും ഞാൻ നോക്കട്ടെ, വണ്ടിക്ക് കൈ കാണിച്ച് നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ആ ഒരു ബൈക്കിനെ കൈ കാണിച്ചപ്പോൾ ഒരു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഏട്ടനായിരുന്നു. അവർ നിർത്തി തന്ന് അങ്ങനെ അയാൾ മൂപ്പര് ഡയറക്റ്റ് മടിക്കേരിയിലൊക്കെ വന്നത്. അപ്പം നേരെ മടിക്കേരി ഇറങ്ങി ഇവിടെ ചായ കുടിച്ചു. നല്ല ചായയും പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അതേ ഒരു ടേസ്റ്റുള്ളൊരു പഴംപൊരി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല പഴംപൊരി ആയിരുന്നു. അപ്പോൾ 2 പഴംപൊരിയും കഴിച്ച് എന്നിട്ട് നേരെ ഇങ്ങോട്ട് നടക്കുക. ഇവിടെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത, ലൈക്ക് ഓൺ ദ വേ ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാർ അവർ പറഞ്ഞു മടിക്കേരിയിൽ ഇപ്പം ഹോക്കി നടക്കുന്ന സീസണാണ് അത്ര. ഈ ഒരു 1 മന്ത് ഹോക്കി ടൂർണമെൻറ്റ്, ചാമ്പ്യൻഷിപ്പ്, അതേപോലെ അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് അത്ര. അപ്പോൾ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കയറി അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഹോക്കി മാച്ച് ഇവിടുത്തെ ആ ഒരു ലോക്കൽ ഏരിയാസിലുള്ള 400ഓളം ഫാമിലി ടീമായിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് മാച്ചിൽ ഫസ്റ്റ് കിട്ടുക, അങ്ങനത്തെ ആ ഒരു പ്രൊസീജിയറാണ് വരുന്നത്. അപ്പം ഒരു ഗെയിം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിൽ വന്ന്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ബാക്ക് പാക്ക് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു എന്താ പറയുക ബാക്ക് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റേ കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെ നേരെ ഒരു ബെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കും. ഇന്ന് ക്യാമ്പിംഗ് ഒന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഡേയിൽ നമുക്ക് മെല്ലെ ചെയ്ത് തുടങ്ങാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ റൂം കാണിച്ചു തരാം. റൂം എന്ന് വെച്ചൊരു ഡോർമാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്. അപ്പം ഈ ഒരു ബെഡ് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്.
നമുക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു പ്ലഗ് ചാർജർ, ഫാന് അത് ഇതെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബെഡ് ഇന്ന് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചം കുറച്ച് കുറവുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് തോന്നി. സോ ഐ തിങ്ക് ഞാനിന്ന് ഇവിടെ നിൽക്കും. എന്നിട്ട് എന്തായാലും നമുക്ക് ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് പുറത്തിറങ്ങാം. എന്നിട്ട് കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഞാനങ്ങനെ കുറച്ച് നേരത്തെ ഒരു റെസ്റ്റിന് ശേഷം ഞാനങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊടകിൽ ഈ ഹോക്കി ഗെയിം നടക്കുന്നത്, ഒരു ഹോക്കി ഫെസ്റ്റിവലായിട്ട് തന്നെ നടത്തുന്നത് 3 ഗ്രൗണ്ടുകളിലായിട്ടാണ് അത്ര മടിക്കേരിയിൽ നടക്കുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പോൾ പോകുന്നത് FMC ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് മാർഷൽ ഒരാളുടെ പേരാണത്. FMC ഗ്രൗണ്ട്, അത് FMC കോളേജിൻ്റെ ഗ്രൗണ്ടാണ് അത്ര. അപ്പോൾ അവിടെയാണ് ഈ ഹോക്കീൻ്റെ ഒരു സ്റ്റേജ്. അപ്പോൾ ഒരു കോർട്ട് എന്ന് പറയുന്നത് FMC ഗ്രൗണ്ടിലാണ്. അപ്പം അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് നടന്ന് നോക്കാം ഏത് വഴിക്കാണ്, എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്നൊന്നും അറിയില്ല. അവർ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു 9 to 3 ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓരോ ഗെയിമും. ഞാനങ്ങനെ നടന്ന് ആ ഒരു FMC ഗ്രൗണ്ട് തപ്പി നടന്ന് ഞാനങ്ങനെ ഇവിടെ മടിക്കേരിയിലത്തെ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അതും കടന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഞങ്ങൾ ദൂരെ ആ ചോപ്പ് ഷർട്ടിട്ട ചേട്ടൻ എന്നെ ഇവിടെ ഇറക്കി തന്നു ഞാൻ ലിഫ്റ്റ് അടിച്ചപ്പോൾ. അപ്പോൾ ഞാനങ്ങനെ ആ വഴി ഇങ്ങനെ വന്നതാണ്. ഇതാണ് FMC ഗ്രൗണ്ട് കേട്ടോ. ഇതിൻ്റെ ഫീൽഡ് മാർഷൽ KM കരിയപ്പ കോളേജാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. മുദ്ദന്ത ഹോക്കി ഫെസ്റ്റിവൽ എന്നുള്ള പേരിലാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫാമിലീസിൽ മെയിനായിട്ട് നടത്തുന്ന ഒരാളുടെ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരാണ് കാണുന്നത്. സോ ഇതാണ് FMC കോളേജിൻ്റെ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ചുറ്റിയടിച്ച് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുക. നമുക്ക് മെല്ലെ നടന്ന് നോക്കാം എവിടെയാണ് ഗെയിം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഹോക്കി ഫെസ്റ്റിവൽ മാർച്ച് 28 തുടങ്ങിയതാണ്, ഏപ്രിൽ 27 വരെ. ഒരു മാസത്തെ ഗംഭീര പരിപാടിയായിരിക്കും അത്ര. അപ്പം നമുക്കെന്തായാലും കണ്ടു നോക്കാം എന്തൊക്കെയുണ്ട് ഇവിടെ. പെറ്റ് ഷോ, ഡോഗ് ഷോ, അങ്ങനെ എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പോൾ കയറി എത്തിയപ്പോൾ വലിയ ഗാലറി ഇവിടെ സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് വഴി നമുക്ക് കയറി നോക്കാം. ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. കയറി നോക്കുമ്പോൾ ഇവിടെ വലിയ ഗാലറി നമുക്ക് ചുറ്റോട് ചുറ്റും 4 ഭാഗത്തും വലിയ ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരക്കെല്ലാം കുറവാണ്, കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. രണ്ട് ടീമും നല്ല ജോറായിട്ട് കളിക്കുന്നുണ്ട്. ഓരോ ടീമിലും ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ പ്രായഭേദമില്ലാണ്ട് ഒരു ടീമിലുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടീമെന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ കേൾക്കുന്ന ഭാഷ എനിക്ക് തോന്നുന്നു കുടവ ഭാഷയാണത്, കുടകിൽ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പം ഇപ്പം ബോള് കൊണ്ടുവന്ന ചെറിയ കുട്ടിയാണ് കേട്ടോ. ആ ചെറിയ കുട്ടിയാണ് ബോൾ കൊണ്ടുപോകുന്നത്. അതാ അവൻ ചെറിയ പ്രായമുള്ളൂ, അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അവരുടെ ടീമിൽ തന്നെ പ്രായമുള്ള ഒരു താടിക്കാരനുണ്ട്. അപ്പം വയസ്സായ ആൾക്കാരും വലിയ ആൾക്കാരും ഈ മറ്റേ ഏജ് ലിമിറ്റ് ഇല്ലാതെ, ഏജ് മറ്റേ സാധാരണ under 15, under 20 അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു ഗെയിം പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇങ്ങനെ പറയുന്നത് ഇവിടെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഫുഡ് ഫെസ്റ്റും പിന്നെ പെറ്റിന്റെ പെറ്റ് ഷോ കാര്യങ്ങളെല്ലാം ഉണ്ട് തോന്നുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് തോന്നുന്നു അനൗൺസ് ചെയ്യുന്നത്. എന്നാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹോക്കി ഫെസ്റ്റിവലാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഹോക്കി ഫെസ്റ്റിവലാണ് ഇത്.
ഇന്നത്തെ ഗെയിം 2 ഫാമിലീസ് തമ്മിലാണ്, കണ്ണണ്ട ഫാമിലിയും ചെന്നണ്ട ഫാമിലിയും. അപ്പോൾ ഈ ഭാഗത്തുള്ള ഫാമിലീസിൻ്റെ പേരായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഈ ഓരോ ഫാമിലിക്കും ഓരോ ഒരു ലീഡർ പോലെയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പല സിനിമകളിലും, മറ്റേ ദിലീപിൻ്റെ ഒരു സിനിമയിലെല്ലാം കണ്ടില്ലേ, കുബേരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു പ്രമാണീനെ പോലെയുള്ള അത് ആ ഒരു ഫാമിലിയിലെ ആ ഒരു ലീഡറാണ്. അപ്പോൾ അതേപോലെ 2 ഫാമിലീസ് തമ്മിലാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്, ചന്നണ്ട ഫാമിലിയും കണ്ണണ്ട ഫാമിലിയും. മാരകമായിട്ടുള്ള ഗോൾ അടിച്ചിട്ടുണ്ട്, ചെണ്ടണ്ട ഫാമിലി ഗോൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ് ഇപ്പോൾ കണ്ടത്. ഒരു വലിയ ഗ്രൗണ്ട്, ഇതേപോലത്തെ 3 ഗ്രൗണ്ടുകളാണ് നമുക്ക് ഈ മൊത്തം മടിക്കേരി, വീരാജ്പേട്ട എല്ലാം. എനിക്ക് തോന്നുന്നു മടിക്കേരിയിൽ മാത്രമായിട്ട് 3 ഗ്രൗണ്ടിലായിട്ടാണ് ഗെയിം ഉള്ളത്. അപ്പം ഇവിടെ 1ാമത്തെ ഗ്രൗണ്ടാണിത്. അപ്പം കുറച്ച് നേരത്തെ ഈ ഒരു ഹോക്കി ഗെയിം കണ്ടിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുള്ള് ചുറ്റോട് ഗാലറി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ സ്റ്റാളുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡ് സ്റ്റാളാണെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന് കാണാം. ചെറിയ ചെറിയ സ്റ്റാള് പോലെ കുറേ കഫേയും ഹോട്ടലും അങ്ങനത്തെ കൂൾബാർ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ഈ സൈഡിൽ തന്നെ ഗാലറീൻ്റെ സൈഡിൽ നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു നല്ല ചൊകാന്നുള്ളൊരു ജിപ്സി ഉണ്ട് ഇവിടെ. നല്ലൊരു എന്താ പറയുക, ഓഫ് റോഡ് ടയറെല്ലാം ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ചക്ക് ചായയും അതേപോലെ ഇതും എടുത്തതാണ്. ചായയും പഴംപൊരിയും കഴിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തായാലും എന്തെങ്കിലും ഫുഡ് അടിക്കാം. ഞാനങ്ങനെ നടന്ന് ഒരു ചെറിയൊരു സെറ്റപ്പ്, ഫുഡ് കിട്ടുന്നൊരു സെറ്റപ്പിൽ വന്നിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസും ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുന്നല്ലോ നോക്കാം നമുക്ക്. എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ കുറേ കാലമായിട്ട് നമുക്ക് കർണാടകത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എഗ് ഫ്രൈഡ് റൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അതേപോലത്തെ ഒരു വൈബ്. എന്തായാലും കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമെല്ലാം. നല്ല ചൂടും എരിവുണ്ട്. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് അല്ലേ. എഗ് ഫ്രൈഡ് റൈസ് കുറച്ച് ഉപ്പ് കൂടിപ്പോയി, വലിയ ഗുമ്മൊന്നും പറയാനില്ല. ഞാനെന്നാൽ ഇതെല്ലാം കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നടന്ന് കാണാം. ഒരു കോഫിയിലും കുടിക്കട്ടെ ഞാനും. അങ്ങനെ ഫ്രൈഡ് റൈസും കോഫിയും കഴിച്ച് 160 രൂപയായിട്ടോ. ഇവിടെ എഗ് ഫ്രൈഡ് റൈസിന് ഏകദേശം 140 രൂപയാണ് ഇവർ മേടിക്കുന്നത്. കുറച്ച് പ്രൈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല ഓഫ് റോഡ് ചെയ്യാനുള്ള പോലത്തെ തരത്തിലുള്ള വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചിലപ്പം അങ്ങനത്തെ ഒരു ടെറൈൻ ആയിട്ടായിരിക്കാം. ഞാനിങ്ങനെ ചുറ്റി നടന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ട് അവിടെയാണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് ഇവിടെ വേറൊരു ഗ്രൗണ്ടും കാണുന്നുണ്ട്. 2 ഗ്രൗണ്ടിൽ ഒരേ സമയം 4 ടീമുകൾ കൂടി കളിക്കുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടപ്പോൾ ലോക്കൽസ് പറഞ്ഞു ഒരു ഗ്രൗണ്ടിൽ തന്നെ, ഒരു വലിയ ഗ്രൗണ്ടിൽ തന്നെ 3 മാച്ചായിട്ടല്ല നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരെ കണ്ടു നോക്കാം. ഇവിടെ ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ മിക്സഡ് ആയിട്ട് കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയാൽ കണ്ടിട്ടില്ല. കാണുമ്പോൾ എല്ലാം ആൺപിള്ളേർ തന്നെയാണ് ഉള്ളത്. 2 മാച്ചും അങ്ങനെ തന്നെ. ചിലപ്പം ഗേൾസിൻ്റെ ചിലപ്പം വേറെ ആയിരിക്കും, ഗേൾസിൻ്റെ ടീം തമ്മിലോ അങ്ങനെ ആയിരിക്കും ചിലപ്പോഴും, അറിയില്ല. ഇവരെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നും എനിക്കറിയില്ല. അപ്പം ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഗാലറിയെല്ലാം ചെറുതാണ്. ഇത് ചെറിയൊരു ഗ്രൗണ്ടാണ്. അപ്പുറത്തുള്ളതാണ് വലിയ മെയിൻ ഗ്രൗണ്ട്. കാണാനുള്ള ഷെഡ് പോലെയെല്ലാം ആക്കിയിട്ട് നമ്മളെ റെഡ് ബുള്ളിൻ്റെ വലിയ ടെൻറ്റ് പോലെയെല്ലാം ചെയ്തിട്ടുണ്ട്.
നല്ലൊരു ലൊക്കേഷൻ, നല്ല തണുത്ത കാറ്റാട്ടോ. അപ്പോൾ ഉച്ച 3, 3:30, 4 മണിയായി. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം നല്ല തണുപ്പുള്ള കാറ്റ് തന്നെയാണ്. പിള്ളേർ കളിക്കുന്നല്ലോ ഉഷാറായിട്ട്. രണ്ട് ടീമിൻ്റെയും രണ്ട് സൈഡും നല്ല ഒച്ചപ്പാടും ബഹളവും ഉണ്ട്. ഭയങ്കര ചിയറിങ്. അങ്ങനെ നമ്മൾ ആ FMC ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ഞാനൊരു 2 വണ്ടി പിടിച്ച് ഇങ്ങോട്ട് നടന്ന് ഏകദേശം ഒരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട് അത്ര ഇവിടെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ കണ്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഫോർട്ടും കാര്യങ്ങളെല്ലാം. പക്ഷേ ഗവൺമെൻറ് മ്യൂസിയം പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഗവൺമെൻറ് മ്യൂസിയം പോയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ബൈക്ക് ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടെന്ന് കാണിക്കുന്നത്. നല്ല സ്റ്റെപ്പ് കയറ്റാണ്. കയറി നോക്കട്ടെ. നമുക്ക് ഗവൺമെൻറ് മ്യൂസിയം 5:30 വരെ പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിനകത്ത് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കട്ടെ. ഉയ്യോ, നല്ല അടിപൊളി ജീപ്പ് വേണ്ട അവനൊരു ഓഫ് റോഡ് ലുക്കുള്ള എന്തൊക്കെയോ കുറേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വണ്ടി ഷോക്ക് അബ്സറും ടയറും എല്ലാം കൂടി ചെയ്തിട്ട് നല്ല ലുക്ക് ജീപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് എനിക്ക് തോന്നി ഈ വഴിക്കാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഗവൺമെൻറ് മ്യൂസിയത്തിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഇതേ നോക്കിക്കേ, ഞാനിത് അങ്ങനെ നടന്ന് വന്ന വഴികളാട്ടോ. നേരെ ആ റോഡിൻ്റെ ആ ഭാഗത്തുനിന്ന് എവിടെയോ ഞാൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. അതിനുശേഷം ആ കുന്നെല്ലാം ഇറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് ഇങ്ങനെ പോകാനാണ് കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നടന്ന് നോക്കാം, എവിടെ എത്തും നോക്കാമല്ലോ. അയ്യോ, ഞാനിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഞാനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അത് നോക്കിക്കേ ആരെ കിടക്കുന്നതെന്ന്. ലാൻഡ് റോവറിൻ്റെ പഴയ മോഡൽ വണ്ടി, ഡിഫൻഡറിൻ്റെ ആ ഒരു വലിയ ഷേപ്പുള്ള പണ്ടിറങ്ങിയ വണ്ടി. നോക്കിക്കേ ഏതാ ലുക്കാന്ന്. ആകെ പഴയതായിട്ടുണ്ട്. എൻ്റെ മോനെ, ഏതാ വണ്ടിയല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി നേരിട്ട് കാണുന്നത്. ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ആ നീല കളറും ബാക്കിലുള്ള ബോഗൈൻ വില്ലയും ബാക്കിൽ ആ ഒരു പിങ്ക് ബിൽഡിങ്ങും ചേർന്നിട്ടുള്ള ആ ഒരു ഫ്രെയിം നോക്കിക്കേ. ഏതാ ഫ്രെയിമല്ല, അടിപൊളി ഫ്രെയിം. ഞാൻ കുടകിൽ വന്നിട്ട് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് ഓഫ് റോഡ് വണ്ടികളും ഇതേപോലെയുള്ള വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ നല്ല പഴക്കമുള്ള വണ്ടിയാണ്. ഒന്നാമത് ഈ മോഡൽ ഏതോ കാലത്ത് നിർത്തിയ മോഡലാണ്. ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ബട്ട് ഇത് ലാൻഡ് റോവറിൻ്റെ വണ്ടിയാണ്. ലാൻഡ് റോവർ അടിപൊളി വണ്ടി. പക്ഷേ ഉപയോഗിക്കാണ്ട് വൃത്തികേടാക്കി വെച്ചിട്ട് നല്ല കോലമായിട്ടുണ്ട്. അയ്യോ, ഈ പട്ടി കുറേ നേരമായി ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാന്ന് തോന്നുന്നു. ഞാൻ മെല്ലെ സ്കൂട്ടാവട്ടെ. ബൈ. ഞാനിങ്ങനെ നടന്ന് ആ വഴി ഇങ്ങനെ നടന്നു വരിക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടതാണ് ശ്രീ അഖില രവി ആയുർശാല എന്ന് പറഞ്ഞിട്ട് കൊടകിലത്തെ ഫസ്റ്റ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്. ഒരു 2-3 നില ബിൽഡിംഗ് ആയിരിക്കും, ചെറിയ ബിൽഡിങ്ങാണ്. ഇവിടെ ആദ്യമായിട്ട് പഞ്ചകർമ്മ അതേപോലെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റെല്ലാം ആയുർവേദ ട്രീറ്റ്മെൻറ്റെല്ലാം കൊടുക്കാൻ തുടങ്ങിയത് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഡിസീസ്, ഓൺലൈൻ കൺസൾട്ടേഷൻ, ജനറൽ ബോഡി മസാജ്, ആയുർവേദ എസെൻഷ്യൽ മാർട്ട്, കൊടക്സ് ഫസ്റ്റ് പഞ്ചകർമ്മ സെൻറ്റർ, അങ്ങനെ എന്തെല്ലോ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിൽ അങ്ങനെ പെട്ടെന്ന് കാണാനിടയായതാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ സൈഡിലത്തെ റോഡിൽ നമുക്ക് ഫുൾ ബോഗൻ വില്ല പൂക്കളിങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ലൈലാക്ക് കളറുള്ള മറ്റൊരു ചെടി, മറ്റൊരു പൂവ് നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ട് ആ ഒരു റോഡിൽ ലൈൻ ഇട്ടതായാലും ഭയങ്കര ഫോട്ടോ സീനിക്കായിട്ടുള്ള ആ ഒരു വഴി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് നോക്കാം. ഏറ്റവും ഉയരത്തിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക,
ഈ ഒരു മടിക്കേരിൻ്റെ ഒരു ഭാഗം മുഴുവൻ നമുക്ക് താഴ്വാരമുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നടന്ന് നമ്മൾ ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ 5:30 വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എത്താൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നതൊരു ചർച്ചായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചർച്ചിൻ്റെ ഒരു ലുക്കല്ല അതിന് കാണുന്നത്. അപ്പോൾ ആ ലുക്കുള്ള ഒരു മ്യൂസിയത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇവിടെ എത്ര ചാർജ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അഡൾട്ട്സിന് 10 രൂപയും ചെറിയ മക്കൾക്ക് 5 രൂപ അങ്ങനെയാണ് ചാർജ് വരുന്നത്. ചെറിയ ഗാർഡൻ പോലെയെല്ലാം ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. അങ്ങനെ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഈ പള്ളീൻ്റെ സമാനമായിട്ടുള്ളൊരു മ്യൂസിയത്തിൽ കയറുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ഗണപതിയുടെ ഒരു പ്രതിമ നമുക്ക് കാണാം. 12-13 സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ളൊരു പ്രതിമയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെച്ചിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മറ്റുള്ള പ്രതിമകളെല്ലാം കാണാം നമുക്ക്. പഴയ കാലത്തുള്ള കുറേ പ്രതിമകൾ, ഗണേശൻ്റെ പ്രതിമ, നൃത്തമാടുന്ന നാട്യ ഗണേശൻ്റെ പ്രതിമ, അങ്ങനെ ഇഷ്ടംപോലെ പ്രതിമകൾ നമുക്ക് കാണുന്നുണ്ട്. കർണാടകത്തിലെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുടെ പുസ്തകങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബിജാപൂർ, ഗുൽബർഗ, പിന്നെ ബദാമി, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുടെ ആ ഒരു ചരിത്രം പറയുന്ന പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് ബേലൂർ ഹലബേഡു, മൈസൂർ, ശ്രീരംഗപട്ടണ, അങ്ങനെ കുറേ ബുക്സ് നമുക്കിവിടെ സെയിലിന് കിട്ടുന്നുണ്ട്, അതായത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. പണ്ട് കാലങ്ങളിലെ കോയിൻസ് കളക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മടിക്കേരി മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബാക്കിലുള്ള അതാണ് കേട്ടോ മ്യൂസിയം. ആ ഒരു മ്യൂസിയത്തിന് എന്താ പറയുക, ഒരു ഗോത്തിക് സ്റ്റൈൽ ചർച്ചിൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. കാരണം അത് ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചർച്ച് തന്നെയാണ്. ഇവിടുത്തെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ആദ്യം മടിക്കേരിയിലെ രാജാവ് ഉണ്ടാക്കിയ കോട്ടയാണിത്. അപ്പോൾ ഈ ഒരു കോട്ടയ്ക്ക് ആ ഒരു ഫുൾ ചുറ്റുമതിൽ അങ്ങനെ നല്ല ഗംഭീരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം പോയി നരച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് ആദ്യം ബിൽഡ് ചെയ്തത് കുടകിലെ രാജാവായിരുന്നു. അതിനുശേഷം ടിപ്പു സുൽത്താൻ വന്ന് അത് കയ്യേറി. ടിപ്പു സുൽത്താൻ ചെറിയ ചെറിയ പണികളെല്ലാം അവിടെ ഇവിടെയെല്ലാം നടത്തി. അതിനുശേഷം ടിപ്പു സുൽത്താന് ശേഷം ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് കയ്യേറി. അങ്ങനെ ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് 1800-കളിൽ ഉണ്ടാക്കിയ ഒരു ചർച്ചായിരുന്നു ഇത് എന്താ. അപ്പോൾ ആ ഒരു ചർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത്ര ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമുക്കിപ്പം ആ ഒരു ബ്രിട്ടീഷിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് എല്ലാം കിട്ടിയതിന് ആ ഒരു ശേഷമുള്ള സമയങ്ങളിൽ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI നമ്മളെ ASI ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അതിന് ശേഷമാണ് ഇത് മ്യൂസിയം എന്ന രീതിയിൽ അതിനെ റീസെറ്റ് ചെയ്യുകയും അവിടെയുള്ള ആ ഒരു ക്രിസ്ത്യൻ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതാണ് ആ ഒരു ബേസിക്കായിട്ട് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
ഞാൻ ഈ ചർച്ചിൻ്റെ സൈഡിൽ ഞാൻ ഈ മ്യൂസിയത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് മുന്നിൽ ആ ഒരു കോട്ടയുടെ മെയിൻ ബിൽഡിംഗ് കാണാം. ഇപ്പോഴത് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയില്ല. ഇതിനു മുമ്പ് വന്നപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഇത് ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം ഈ ഒരു മടിക്കേരിയിലെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബിൽഡിങ്ങിലാണെന്നാണ്. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് വർക്കും എന്തെല്ലോ റിനോവേഷൻ വർക്കുകളെല്ലാം ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആളുകൾ കേരളത്തിൽ നിന്നായാലും കർണാടകത്തിൻ്റെ പല ഭാഗത്തു നിന്നായാലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഭംഗിയും ആ ഒരു ഹിസ്റ്റോറിക്കൽ നമ്മുടെ ആ ഒരു കൾച്ചർ പല പല കാര്യങ്ങളും ഇവിടെ വന്ന് പഠിക്കുകയും അറിയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് നല്ലൊരു ക്ലൈമറ്റുള്ളൊരു സ്ഥലം തന്നെയാണ് കുടക്. നമുക്ക് എന്താ പറയുക, സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ പറയുന്നത് ആ ഒരു വേർഡിങ്സ് നമുക്ക് കുടകിന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നമുക്ക് കോട്ടയുടെ ഉള്ളിൽ അമ്പലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരെ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ ഒരു നേരെയുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് അമ്പലം കാണുന്നത്. അതേപോലെ കോട്ടയെ കൂടെ ചുറ്റും നടക്കാനുള്ള അത്രയും സ്പേസുകളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ടയുടെ ഭംഗി അവർ പക്ഷേ കുറേ മെയിൻ്റനൻസ് വർക്കൊന്നും തീരെ ചെയ്യാത്ത പോലെ തോന്നുന്നു. ഇവിടെ എല്ലാം നിറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് കോട്ടയും മടിക്കേരിയും അതിൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കാഴ്ചകളെല്ലാം നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് പോയി കാണാനും എന്തോ ഇങ്ങനെ വീഡിയോ ചെയ്യാതെ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് പീസ്ഫുൾനെസ്സിലേക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാനെല്ലാം വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ബോൺ വോയേജ്.